ഈ പാരപ്പടിയുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെല്ലിക്ക ഉപ്പിലിടാട്ടെ, കുറച്ച് അധികം നെല്ലിക്ക ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം കുറച്ച് അധികം നെല്ലിക്ക ഉപ്പിലിടുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വിനീഗർ ഉപ്പ് ഇട്ടിട്ട് ഞാൻ നെല്ലിക്ക ഉപ്പിലിടുന്നതായിട്ട് ഈ കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം പച്ചമുളക് വാങ്ങിയപ്പോൾ കൊണ്ടാട്ടമുളക് കിട്ടി. കൊണ്ടാട്ടമുളകിന് ഭയങ്കര എരിവാ. അപ്പോൾ മക്കൾക്ക് കറികളിൽ ഇടുമ്പോൾ ഭയങ്കര എരിവായതുകൊണ്ട് ഞാൻ അധികം ഇപ്പോൾ ഉപയോഗിക്കണില്ല മുളക്. അപ്പോൾ അത് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നെല്ലിക്കയിലേക്കും കൂടി ഇട്ടു. പിന്നെ മാമ്പഴം കിട്ടുമ്പോൾ എപ്പോഴും വിചാരിക്കും റീൽസിലൊക്കെ ഇങ്ങനെ കാണില്ലേ, പൂൾ ഇങ്ങനെ ചെത്തിയിട്ട് നിറയെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചെത്താൻ പറ്റിയില്ല, നിറയെ ഞാരുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുപ്പും പിന്നെ മുളകൊക്കെ ഇട്ടിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ആ മുളകും പൊടിക്ക് ഭയങ്കര എരിവായതുകൊണ്ട് എൻ്റെ ചുണ്ടൊക്കെ നീറിയപ്പോൾ ഞാൻ വേഗം കഴുകിയിട്ടാ വെള്ളത്തോണ്ട്. പിന്നെ ഞാൻ പിള്ളേർ വരുമ്പോഴേക്കും പഴംപൊരി ഉണ്ടാക്കാന്ന് വെച്ചാൽ മൈദയിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പഞ്ചസാര, ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കലക്കിയിട്ട് ഞാൻ പഴംപൊരിക്ക് വെച്ചു. അപ്പോൾ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേർ കുട കൊണ്ടുപോയിട്ടില്ല എന്നുള്ള ഒരു സംശയം തോന്നി. അപ്പോൾ വേഗം വേണ്ടവിടേക്ക് പോയിട്ടാണ്. അപ്പോൾ പഴംപൊരി വെച്ചിട്ടാണ് ഞാൻ വേണ്ടവിടേക്ക് പോയി. പിന്നെ മറവി എൻ്റെ കൂടപ്പുറപ്പായതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല അധികം. അങ്ങനെ ഞാൻ പിള്ളേരെ എടുക്കാനായിട്ട് വേണ്ടവിടേക്ക് പോയി. അപ്പോൾ കുഞ്ഞൂസ് നല്ല സന്തോഷത്തിൽ വന്നിറങ്ങണമെന്ന് വെച്ചാൽ നാളെ ക്ലാസ്സിലല്ലോ. അപ്പോൾ നല്ല സന്തോഷമായിട്ട് വന്നിറങ്ങിയിട്ടാണ്. അതായിട്ട് കുഞ്ഞു പറഞ്ഞാൽ നല്ല മണം വരില്ല അമ്മേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴംപൊരി ഉണ്ടാക്കണേന്ന്. പക്ഷേ അപ്പോഴേക്കും പഴംപൊരിയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മുരിഞ്ഞ് കഴിയാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിള്ളേർക്ക് പഴംപൊരി ഇഷ്ടമായ കാരണം മക്കൾ അതൊക്കെ കഴിച്ചു കൂട്ടാ. പിന്നെ ബാക്കിൽ നമ്മുടെ പൂച്ചക്കുട്ടി ഇരിക്കണ്ടായിരുന്നു, എനിക്കൊന്നും തരാത്തേന്ന് ചോദിച്ചിട്ട്. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.